ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി പെപ്പർ ബീഫ് റോസ്റ്റ് വെറൈറ്റി മോഡൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയൊക്കെ പാചകം ചെയ്യണം, എന്തൊക്കെ മസാലകൾ ചേർക്കണം എല്ലാം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കിന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ പാചകം ചെയ്യേണ്ടതിൽ പോയി നോക്കിയാലോ. പെപ്പർ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ 3/4 കിലോ ബീഫാണ് ഇട്ടോ എടുത്ത്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, അര സ്പൂണ് ഗരം മസാല, ഒരു 3/4 സ്പൂണ് ഉപ്പ്, പിന്നെ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടോ, അതും ചേർക്കുക. പിന്നെ വേണ്ടി ഒരു സ്പൂണ് പൂനാരങ്ങൻ്റെ നീര്, ഈ സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നന്നാക്കി ഇളക്കി മിക്സാക്കി കൊടുക്കട്ടെ. മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബീഫ് തന്നെ വെന്ത് കഴിക്കുന്നത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് സ്പെഷ്യലി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. പിന്നെ ബാക്കിയുള്ളൊരു 3 വിസിൽ, 3-4 വിസിൽ, മാക്സിമം ഒരു 4 വിസിൽ ഇട്ടോ. ഓരോ ബീഫിനനുസരിച്ചാണ് വേവുണ്ടാവുക. അപ്പോൾ മാക്സിമം ഒരു 4 വിസിൽ ലോ ഫ്ലെയിമിൽ വേവിക്കുക, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക കേട്ടോ. ബീഫ് വേവിക്കാൻ വെച്ചത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചിട്ട് 2 വിസിലാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ അടിച്ച്. അപ്പോഴത്തേക്കിന് ഏകദേശം നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞിരിക്കണ്. നമുക്കിത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടി ഒരു പൈപ്പാൻ്റെ ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വരുന്ന സമയത്ത് സൺഫ്ലവറിൻ്റെ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവറിൻ്റെ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു അര സ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടി വരുന്ന സമയത്തേ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് കിട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ വെക്കുക. നന്നാക്കി ഇത് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ചെറിയ ഉള്ളി ഒരു 30 ചെറിയ ഉള്ളിയോളം ചെറുതാക്കി അരിഞ്ഞ് കിട്ടോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൊത്തം 30 ചെറിയുള്ളി എടുത്തിക്കണ്. ചെറിയുള്ളി 30 എണ്ണം പോലെ എടുത്തിക്കണ്. അത് ചെറുതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നല്ലൊരു ഇളക്കി കൊടുക്കട്ടോ. ഈ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെക്കുക, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ടോ, ചെറുതാക്കി പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ടോ. അപ്പോൾ നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്തിക്കണ്. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. അതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കട്ടോ. ചെറിയുള്ളൊന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇത് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഈ വെള്ളത്തോടെ ഇതിനേക്കാൾ ചേർത്ത് കൊടുക്കട്ടോ. ബീഫ് ഇട്ടതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെക്കട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെക്കുക. നന്നാക്കി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇതിലിട്ട് കൊടുക്കട്ടോ. ഇതാ 1 സ്പൂണ് കുരുമുളക് പൊടി. അത് എരിവിനനുസരിച്ച് ഇട്ടാൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിതിലേക്ക് 1 സ്പൂണും കൂടെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കിട്ടോ. കുരുമുളകിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കട്ടോ. അതുപോലെ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ. കുറവാണെങ്കിൽ മാത്രം. ഓവറ് വെള്ളം വറ്റിപ്പോയത് കേട്ടോ. ഒരു മീഡിയം ലെവലുള്ള വെള്ളത്തിൽ വെക്കണം. അപ്പോഴേ ഇതിന് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ ഈ ഒരു പരുവത്തിനും കൊണ്ട് ആക്കിയെടുക്കുക. ഇതാ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ പെപ്പർ റോസ്റ്റ്, ബീഫ് പെപ്പർ റോസ്റ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഇത് ചോറിൻ്റെ അപ്പുറം കൂട്ടുക. അതുപോലെ ചപ്പാത്തിൻ്റെ അപ്പുറം, നെയ്ച്ചോറിൻ്റെ അപ്പുറം ഒക്കെ ഈ സാധനം കൂട്ടട്ടോ. അപ്പോൾ അതേമാതിരി ഒക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക. അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.